വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ MLA സി ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും DYSPയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഇതിന് ഉദാഹരണമാണ്. ഞാൻ ഇന്നലെ നെടുമങ്ങാട് ഈ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ചതാണ്. സിദ്ധാർത്ഥൻ SFIയിൽ ചേരാനുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. തനിക്കൊരു രാഷ്ട്രീയ സംഘടനയോടും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ തുടർന്നതാണ് തൻ്റെ മകൻ്റെ ഈ കൊലപാതകത്തിൻ്റെ കാരണമെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ച് വന്ന കുട്ടിയെ ഫോണിൽ തിരിച്ച് വിളിച്ചിട്ടാണ് SFIയുടെ നേതാക്കന്മാർ ഭീകരമായി മർദ്ദിച്ച് കഴുത്തിൽ കമ്പി കൊണ്ട് വരിഞ്ഞു മുറുക്കി ആന്തരാവയവങ്ങൾക്ക് പോലും പരിക്കുണ്ടാകത്തക്ക നിലയിൽ മർദ്ദനമഴിച്ചുവിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷം ഈ കുട്ടിയെ റൂമിൽ കെട്ടിത്തൂക്കുകയാണ് എന്നാണ് ആ ബന്ധുമിത്രാദികൾക്ക് ലഭിച്ച വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നു. മാത്രവുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വ്യക്തമായി ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ്, കണ്ടെത്തലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ട്രെയിൻ ചെയ്ത ഗുണ്ടകൾ SFIയുടെ മേൽവിലാസത്തിൽ തേർവാഴ്ച നടത്തുകയാണ്. അതിന് അധ്യാപകരുടെ CPM അനുകൂലം ഉള്ള അധ്യാപകരുടെ പരസ്യമായ പിന്തുണയുമുണ്ട്. വെറ്റിനറി കോളേജിലെ ഡീൻ നാരായണന് ഈ കാര്യമെല്ലാം അറിയായിരുന്നു എന്നാണ് കുട്ടികൾ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഡീനെ രക്ഷപ്പെടുത്താൻ മന്ത്രി ചിഞ്ചു റാണി ശ്രമിക്കുകയാണ്. കാരണം CPI അനുഭാവ സംഘടനയിൽപ്പെട്ട ആളാണ് ഡീൻ നാരായണൻ. അതുകൊണ്ടാണ് മന്ത്രി ഇത്രയും ദിവസം പ്രതികരിക്കാതെ ഇന്ന് പ്രതികരിച്ച് CPI അനുകൂല സംഘടനയിൽപ്പെട്ട ആളായതുകൊണ്ട് നാരായണനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഡീന് ഇതിനകത്ത് ഉള്ള ഉത്തരവാദിത്വം കൂടി തെളിയേണ്ടിയിരിക്കുന്നു. ഈ കോളേജിൽ ഇടിമുറിയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് നിരവധി വിദ്യാർത്ഥികളെ, കാരണം ഒന്നാം വർഷം കുട്ടികൾ വെളിയിലാണ് താമസിക്കുന്നത്, 2ാം വർഷമേ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുള്ളൂ. അപ്പോൾ 1ാം വർഷം റാഗിങ്ങിന് കിട്ടാത്ത വിദ്യാർത്ഥികളെ 2ാം വർഷമാണ് ഇവർ പിടിക്കുന്നത്. ഇടിമുറിക്കകത്ത് SFI നേതൃത്വത്തിൽ ഇവരെ ഉരുട്ടുകയും ഇവർക്ക് പ്രത്യേകമായ ശാരീരിക ദണ്ഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും പുറത്തു പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.